Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സേമിയ പായസത്തിന്റെ റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കണ്ടു നോക്കാം. സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു സോസ് പാൻ ഹീറ്റ് ചെയ്യാം. സോസ് പാനിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. സേമിയ പായസത്തിന് നമുക്ക് സേമിയ വേണം. സേമിയ റോസ്റ്റഡ് കിട്ടും, റോസ്റ്റഡ് അല്ലാതെയും കിട്ടും. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് റോസ്റ്റഡ് ആണ്. എന്നാലും ചെറുതായിട്ടൊന്ന് നെയ്ക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതൊരു ആഡഡ് ഫ്ലേവറാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കളർ മാറാണ്ട് ശ്രദ്ധിക്കുക. ആ നെയ്യിൽ മൂത്ത ഒരു നല്ലൊരു മണം വരുമല്ലോ, ആ ഒരു സമയമാകുമ്പോൾ നിർത്താം. ഇപ്പോൾ നെയ്ക്കകത്തൊക്കെ മൂത്ത് നല്ലൊരു മണമായി. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്യുന്ന കൂടെ, വെള്ളം ചൂടുവെള്ളം ഉപയോഗിക്കുക, ആഡ് ചെയ്യുന്ന കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്നര കപ്പ് വെള്ളം ചേർക്കാം. നന്നായിട്ട് തിളച്ച് നല്ലൊരു ബോയിൽ വരട്ടെ. ബോയിൽ വന്ന ശേഷം തീ കുറച്ച് അത് കുക്കാകുന്ന നേരം കുക്ക് ചെയ്യാം. നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം നന്നായിട്ട് പറ്റി. ഇനി ഇതിനകത്തേക്ക് പാല് ചേർക്കാം. ഇവിടെ 1 ലിറ്റർ പാൽ എടുത്തേക്കുന്നത് ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാനൊരു 1/4 കപ്പാണ് ഇപ്പം ചേർക്കുന്നത്. വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. സേമിയ എപ്പോഴും ആറും തോറും കുറുകി വരും. അതുകൊണ്ട് വെച്ചിട്ട് നമ്മൾ പാല് കൂടുതലായിട്ടാണ് ഒഴിച്ചേക്കുന്നത്. നന്നായിട്ട് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇത്രയും പാല് ചേർക്കേണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 1 ലിറ്ററാണല്ലോ ചേർത്തത്, അതിന് പകരം 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം കൂടെ വേണമെങ്കിലും ചേർക്കാം. നല്ലൊരു ബോയിൽ വരട്ടെ, അതുവരെ കുക്ക് ചെയ്യാം. തിളയ്ക്കുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സേമിയ അടിയിൽ പോയി സെറ്റിലായിട്ട് കരിയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സേമിയൊക്കെ നന്നായിട്ട് കുക്ക്ഡായി, പാലൊക്കെ നന്നായിട്ട് കുറുകി കുറച്ച് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് നിർബന്ധമല്ല. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ കൂടുതലായി ചേർത്താലും മതി. നമ്മൾ 1/4 കപ്പ് ഷുഗർ ചേർത്തുള്ളൂ. അതിന് പകരം കൂടുതൽ ഷുഗർ ചേർക്കണം എന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുക. കണ്ടൻസ് മിൽക്ക് ഏറ്റവും അവസാനമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു ബോയിൽ വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. കണ്ടൻസ് മിൽക്ക് ചേർത്ത ശേഷം തിള വന്നു, ഞാൻ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാൻ 3/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനകത്തേക്ക് നട്ട്സും റേസിൻസും ഫ്രൈ ചെയ്ത് ചേർക്കാനായിട്ടുണ്ട്. നട്ട്സ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഗീ ചേർക്കാം. 2 ടീസ്പൂൺ ഗീ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നട്ട്സ് ഗോൾഡൻ ബ്രൗൺ ആയി. ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ഇടാം. ഉണക്ക മുന്തിരിങ്ങ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. ഓഫ് ചെയ്യാം. ഈ ഫ്രൈ ചെയ്ത മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കുക. പായസത്തിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ല മണമാണ്. ഏലക്കാപ്പൊടിയുടെയൊക്കെ നല്ല മണം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു നുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ചേർക്കണം. എല്ലാ പായസത്തിനും നമ്മളൊരു നുള്ള ഉപ്പ് ലാസ്റ്റ് ആഡ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഇത് സെർവിങ് ബോൾസിലേക്ക് മാറ്റാം. പായസത്തിന് എപ്പോഴും ഈ ഒരു ടെക്സ്ചറാണ് കിട്ടണ്ടേ. ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാൽ ഒരുപാട് വിട്ടും വരാൻ പാടില്ല. എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് കിട്ടി.
സേമിയ പായസം എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാകുന്ന ഒരു പായസമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. കൂടാതെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ കാണാറുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മധുരം അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കുക, കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പായസത്തിൽ ചവ്വരി വേവിച്ച് ചേർത്താലും നല്ല ടേസ്റ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ബൈറ്റും കിട്ടും. പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഒത്തിരി വെള്ളം പോലെ ആയി പോകാൻ പാടില്ല, ഒത്തിരി തിക്കായി പോകാൻ പാടില്ല. ഈ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കുക. ഈ ഒരു പായസം നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.